മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഒക്ടോബർ മാസം മുഴുവനും കൂടുതലായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു മാസമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് നമ്മള് ഈ ദിവസങ്ങളില് ഒത്തിരിയേറെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ജപമാല പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഭാരങ്ങൾ ക്രിസ്തുവിന്റെയും അവന്റെ അമ്മയുടെയും കരുണയുള്ള ഹൃദയങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ്. നമ്മള് ഈ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാരങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ അധ്വാനങ്ങളും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരുണയുള്ള ഹൃദയങ്ങൾക്ക് കൈമാറുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഈശോയുടെയും മറിയത്തിന്റെയും കരുണയുള്ള ഹൃദയങ്ങൾക്ക് കൈമാറുന്നതാണ് എങ്കിൽ ഇതിനേക്കാൾ ശക്തിയുള്ള പ്രാർത്ഥന ഏതാ ഉള്ളത്? പരിശുദ്ധ ബലിയ. പരിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ ആരും മറക്കരുത്. കാരണം നമ്മളൊക്കെ ജീവിത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരാ, ജീവിതത്തിന്റെ തകർച്ചകൾ അനുഭവിക്കുന്നവരാ. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത് മുഴുവനും ഈശോയും പരിശുദ്ധ അമ്മയും തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണെന്ന്. ഹൃദയത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയത്തിൽ ചെല്ലണമെങ്കിൽ ജപമാല പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്കിനോട് ഇപ്രകാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്: നിങ്ങൾ എന്റേതാണ് എന്നതിന്റെ അടയാളമായി ജപമാല എപ്പോഴും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ. ഇത് സാത്താനുള്ള അടയാളമായിരിക്കും. ഈ ജപമാല എപ്പോഴും നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടേതാണ് എന്നുള്ളതിന്റെ അടയാളമായിട്ട് അത് നിൽക്കും. സാത്താന് ഒരടയാളമായിരിക്കുന്നു. ഈ ജപമാല നമ്മുടെ കൈകളിൽ വെച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ സാത്താൻ പിന്നെ നമ്മളെ തൊടുകയില്ല. സാത്താന് നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് ജപമാല എപ്പോഴും നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്നത്, നീ എപ്പോഴും ജപമാല വഹിച്ചുകൊണ്ട് നടന്നാൽ നിന്നെ ജപമാല വഹിച്ചുകൊള്ളുമെന്ന്. നീ എപ്പോഴും ജപമാല വഹിച്ചാൽ നിന്നെ ജപമാല വഹിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്പോഴും ജപമാല നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല എന്ന് വിശുദ്ധ മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് വഴിതെറ്റി പോകുമ്പോൾ നമ്മളൊക്കെ വേദനിക്കുന്നില്ലേ? നമ്മളോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ സമൂഹമോ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് ഈ ജപമാല പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ മോൺഫോർട്ട് പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്പോഴും ജപമാല നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ ജപമാല നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമായിരിക്കട്ടെ. ഈ ജപമാല ആയിരിക്കട്ടെ നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ താങ്ങുന്നത്. ജപമാല വിട്ടേക്കരുത്. കൂടുതൽ തീക്ഷ്ണതയോടെ ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മധ്യസ്ഥത വഴി നമ്മയും നമ്മുടെ കുടുംബത്തെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങിറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ മധ്യസ്ഥതയാല് ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്
എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.